അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 7, 1, 2, 10, 25 മുതൽ 30 വരെയുമുള്ള തിരുവചനങ്ങൾ. യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായല്ല, രഹസ്യമായി. ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ, ഇവൻ പരസ്യമായി സംസാരിക്കുന്നു. എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്കറിഞ്ഞുകൂടാ. എനിക്കവിടുത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല. സുവിശേഷ വിചിന്തനം. പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ക്രിസ്തുനാഥന്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. യഹൂദർ ക്രിസ്തുവിനെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുകയാണ്. തോറ്റു പിന്മാറാനുള്ളതല്ല, ജയിച്ച് മുന്നേറാനുള്ളതാണ് തൻ്റെ ജീവിതമെന്ന് ക്രിസ്തുവിനറിയാം. ശിഷ്യന്മാരെല്ലാം ജെറുസലേമിലേക്ക് തിരുനാൾ ആഘോഷിക്കാൻ പോയി കഴിഞ്ഞു. യേശുവിന് ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കാനാവില്ല. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിക്കാൻ ആരംഭിച്ചു. പിതാവിനോടൊപ്പം പ്രാർത്ഥനാവേളയിൽ സംഭരിച്ച ഊർജമാണ് കൈമുതൽ. എന്ത് സംഭവിച്ചാലും തൻ്റെ പിതാവ് തന്നെ കൈവിടില്ല എന്ന ഉത്തമ ബോധ്യമുണ്ട്. ഈ ബോധ്യമാണ് വിശുദ്ധ സ്റ്റീഫൻ മുതൽ സിസ്റ്റർ റാണി മരിയ ഉൾപ്പെടെയുള്ളവരെ ധൈര്യശാലികളാക്കി മാറ്റിയത്. എൻ ജീവനേക്കാളും സ്നേഹമാണ് എനിക്ക് ഈശോയെ നിന്നോട് എന്നേറ്റു പറയുവാൻ എനിക്കും നിനക്കും എന്നാണ് ധൈര്യമുണ്ടാവുക. നോട്ടം തന്നിൽ നിന്നു മാറ്റി ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്കാകുമ്പോൾ ഞാനും നീയും ധൈര്യം സംഭരിക്കും. നമുക്ക് അപരനെ ജീവൻ നൽകി സ്നേഹിക്കാനുള്ള ധൈര്യം സംഭരിക്കാം. നിയോഗ പ്രാർത്ഥനകൾ. വീണ്ടും ഒരു പ്രഭാതം നൽകിയതിന് കർത്താവായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ നിയോഗ പ്രാർത്ഥനയായി സമർപ്പിക്കുന്നത് കുമ്പസാരക്കൂടിനെയാണ്. കുമ്പസാരിക്കുവാൻ മനസ്സില്ലാത്ത വ്യക്തികളെ, കുമ്പസാരത്തെ വെറുക്കുന്ന വ്യക്തികളെ, കുമ്പസാരിക്കുവാൻ സമയം കണ്ടെത്താത്ത വ്യക്തികളെ, ജീവിത വിശുദ്ധി നേടി കർത്താവിലേക്ക് അടുക്കുവാൻ മനസ്സില്ലാത്തവരെ ഒക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനറിയാം നമ്മളൊക്കെ പാപം ചെയ്യുമെന്ന്. അതിൻ്റെ പരിഹാരമായിട്ടാണല്ലോ കുമ്പസാരക്കൂട് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, നമ്മുടെ മക്കളെ കുമ്പസാരത്തിലേക്ക് നയിക്കാം. ജീവിത പങ്കാളിയെ കുമ്പസാരത്തിലേക്ക് നയിക്കാം. നാം സ്വയം കുറ്റങ്ങൾ ഏറ്റുപറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, അത്ഭുതകരമായ മാനസാന്തരങ്ങൾ സംഭവിക്കുന്ന ദൈവികമായ വേദിയാണ് കുമ്പസാരം എന്ന കൂദാശ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18, 19 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ.